നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ഞാനുള്ളത് വർക്കല റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ചെങ്കൽപ്പെട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത്. അവിടെ നിന്ന് മഹാബലിപുരത്തേക്ക് പോകാനുള്ള പരിപാടിയാണ്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വർക്കലയിൽ നിന്ന് ചെങ്കൽപ്പെട്ടിലേക്ക് നമ്മുടെ ട്രെയിൻ വന്നിട്ട് 3:15 കേട്ടോ. അപ്പം നമ്മുടെ ട്രെയിൻ എത്താറായിട്ടില്ല. ഇനിയിപ്പോൾ 1 മണിക്കൂർ കൂടെ ഉണ്ട്. അപ്പം നമ്മളിനി കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് ട്രെയിൻ വരുമ്പോഴത്തേക്ക് കയറാനുള്ള പരിപാടിയാണ്. ഇന്നത്തെ യാത്ര മഹാബലിപുരം അല്ലെങ്കിൽ മാമല്ലപുരം എന്നറിയപ്പെടുന്ന തുറമുഖ നഗരത്തിലേക്കാണ്. പല്ലവ രാജാവായിരുന്ന മാമല്ലൻ്റെ പേരിലാണ് ഈ ഒരു സ്ഥലം അറിയപ്പെടുന്നത്. ഇവിടുത്തെ ചരിത്ര നിർമ്മിതികളൊക്കെ 7-ാം നൂറ്റാണ്ടിലും 9-ാം നൂറ്റാണ്ടിലും ഇടയിൽ നിർമ്മിക്കപ്പെട്ടവയാണ്. യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരകങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടതാണ് ഈ ചരിത്ര നിർമ്മിതികൾ. ചെന്നൈയിൽ നിന്നും 60 കിലോമീറ്റർ മാറിയാണ് ഈ ഒരു തുറമുഖ നഗരം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെങ്കൽപ്പെട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ വർക്കലയിൽ നിന്നാണ് കയറിയത്. ഇപ്പോൾ രാവിലെ ഒരു 4:45 ആയപ്പോഴത്തേക്കും നമ്മൾ ചെങ്കൽപ്പെട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ വന്ന ട്രെയിൻ കേട്ടോ, അനന്തപുരി എക്സ്പ്രസ്. അപ്പോൾ അതിപ്പോൾ നേരെ ഇനിയിപ്പോൾ ചെന്നൈയിലേക്ക് പോവുകയാണ്. നമ്മൾ ചെങ്കൽപ്പെട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ തൊട്ടടുത്താണ് ബസ് സ്റ്റാൻഡ് വന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒറ്റ ബസ് കിട്ടും മഹാബലിപുരത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നടക്കണം കേട്ടോ. അത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഈ സൈഡിൽ ഓട്ടോ സ്റ്റാൻഡും ആ സൈഡിൽ ബസ് സ്റ്റാൻഡുമാണ് കേട്ടോ. അതാണ് ബസ് സ്റ്റാൻഡ്. അപ്പോൾ നമുക്കിനി അവിടെ പോയി ഇനി ബസ് നോക്കി ബസ്സിൽ കയറാം. മഹാബലിപുരം ബസ് അവിടെ കിടക്കട്ടോ, മഹാബലിപുരം. അപ്പോൾ നമുക്കിത് ആ ഫ്രണ്ടിൽ കിടക്കുന്ന ബസ്സിലാണ് പോകേണ്ടത് കേട്ടോ. സീറ്റ് ഉണ്ടാകും അറിയാമേ. അപ്പോൾ നമുക്ക് അതിൽ പോകാൻ നോക്കാം. അപ്പോൾ നമ്മൾ ബസ് കയറി കേട്ടോ. ഷോർട്ട് ടെമ്പിളൊക്കെ എത്തുന്നതിന് മുമ്പ് 1 കിലോമീറ്റർ മുമ്പേ ഇറങ്ങി കേട്ടോ. നമ്മളിപ്പോൾ ഇറങ്ങിയെന്ന് വെച്ചാൽ നമുക്ക് അടുത്തെവിടെയെങ്കിലും കയറി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയില്ല. അപ്പോൾ അങ്ങ് ഷോർട്ട് ടെമ്പിളിലേക്ക് അടുത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഫുഡിന് നല്ല റേറ്റ് ആയിരിക്കും. കാരണം ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ടും റേറ്റ് കൂടുതലായിരിക്കും. ഇതെവിടെയെങ്കിലും ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. ഇനി നമുക്ക് ഇങ്ങോട്ടാണ് നേരെയാണ് പോകേണ്ടത്. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിയിലൊക്കെ ഇതുപോലെ ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചാണ് കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അവിടെയാണ് ബസ് സ്റ്റാൻഡ് വരുന്നത്. ഈ മഹാബലിപുരത്തിന് വേറൊരു പേരും ഉണ്ട്, മാമന്നപുരം എന്നുണ്ട്, വേറൊരു പേരും ഉണ്ട് കേട്ടോ. ഈ പോകുന്ന വഴിയിലേക്കാണോ അവിടെയൊക്കെ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കാണാം. നമ്മൾ ഏകദേശം ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് എത്തി കേട്ടോ. ഇനി ഇവിടെ നിന്ന് 1 കിലോമീറ്റർ പോകണം. അപ്പോൾ ഈ കാണുന്നതാണ് ബസ് സ്റ്റാൻഡ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വല്ല കാപ്പിയെല്ലാം കുടിച്ചിട്ട് വേണം ഇനി മുന്നോട്ട് പോകാൻ. ഞാൻ 1-2 കടയൊക്കെ നോക്കി, എവിടെയും ഫുഡൊന്നും ആയിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഹോട്ടലിൽ ഫുഡൊക്കെ ആയിട്ടുണ്ടോയെന്ന് അറിയാൻ വയ്യ. ഇപ്പോൾ രാവിലെ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ നടന്നിട്ട് കടകളൊന്നും ഓപ്പൺ ആയില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ ഒരു അടുത്തൊരു കടയിൽ കയറി ചായയും കുടിച്ചിട്ട് പയ്യെ നടന്ന് മുന്നോട്ട് പോകണ്ട. അടുത്തുള്ള ആ ഒരു ബീച്ചിൻ്റെ വ്യൂ കാണാൻ വേണ്ടിയിട്ട് വണ്ടി പാർക്കിങ്ങിനൊക്കെ ഉള്ള റേറ്റാണ് കേട്ടോ. അതായത് ഈ ഒരു ബോർഡിൽ കാണുന്നത് 10, 60, 90, 120 അങ്ങനെയാണ് ഓരോ വണ്ടികളുടെ റേറ്റ് വരുന്നത്. ഇത് ഇവിടെ നിന്നാണ് ഇനിയിപ്പോൾ അകത്തേക്ക് കയറേണ്ട കേട്ടോ. ഇപ്പോൾ ടിക്കറ്റ് എടുക്കുന്ന നേരെ ക്ഷേത്രത്തിൻ്റെ അടുത്താണെന്ന് പറഞ്ഞത്. അപ്പോൾ എത്ര രൂപ ആവുമെന്നൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് തിരക്കാം കേട്ടോ. അപ്പോൾ ടിക്കറ്റ് കൗണ്ടർ പറഞ്ഞത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് ചാർജ് ഇനി എത്രയാണെന്ന് നോക്കാം. ഗൂഗിൾ പേ സംഭവമൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ആദ്യം ടിക്കറ്റ് ചാർജ് എത്രയും തിരക്കാം. അപ്പോൾ നമ്മൾ അവിടേക്ക് ടിക്കറ്റൊക്കെ എടുത്തു കേട്ടോ. ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. 40 രൂപ ഉണ്ട് കേട്ടോ ടിക്കറ്റ് ചാർജ് വന്നിട്ട്.
അപ്പോൾ ഇനി നമുക്ക് ഇതിനിപ്പോൾ അവിടെ കൊടുത്തിട്ട് നമുക്ക് അകത്തേക്ക് കയറാം. ഇപ്പോൾ നമ്മൾ ഷോർട്ട് ടെമ്പിളിലേക്കുള്ള ടിക്കറ്റൊക്കെ എടുത്ത് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നമ്മുടെ മുന്നിലായിട്ട് തന്നെ നമുക്ക് ആ ക്ഷേത്രം കാണാൻ പറ്റും. ഇവിടെയൊക്കെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഇവിടെ ഇതുപോലൊരു ബിൽഡിംഗ് ഉണ്ട് കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല, ഇത് വല്ല ക്വാർട്ടേഴ്സ് വല്ലതും അറിയത്തില്ല കേട്ടോ, സ്റ്റാഫിനൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് ആ ഒരു ഗേറ്റ് കിടന്ന് ഞാൻ അകത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ ഇതുപോലെ ഒരു ഗ്രില്ലിട്ടൊരു മതിലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തേക്കാണ് ഇനി നമ്മൾ പോകേണ്ടത്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ആ ക്ഷേത്രത്തിൻ്റെ ഭംഗി നല്ലതുപോലെ അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഷോർട്ട് ടെമ്പിളിൻ്റെ അകത്തെത്തി കേട്ടോ. ആ സൈഡൊക്കെ വന്നിട്ട് ബീച്ചാണ്. ഇങ്ങനെ ഈ സൈഡിലാണ് ക്ഷേത്രം വരുന്നത്, ഈ സൈഡും ബീച്ച് തന്നെയാണ് വരുന്നത്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നുണ്ട് കേട്ടോ അവർ. ഈ പുല്ലൊക്കെ വെട്ടി ഒതുക്കുക ഇതുപോലെ. ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു ഫീല് കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു മരം നിൽപ്പുണ്ട് കേട്ടോ. അത് തന്നെ നല്ലപോലെ അതിൻ്റെ ചുറ്റിനും ആൾക്കാരൊക്കെ ഇരിക്കാൻ വേണ്ടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വേസ്റ്റൊക്കെ ഇടാനൊക്കെ സംഭവം സെറ്റ് ചെയ്യിക്കണം കേട്ടോ. ഇവിടെ ആ സൈഡിൽ ഒരുപാട് ബോട്ടൊക്കെ നിർത്തിക്കണം കേട്ടോ. ഈ സൈഡിലായിട്ടാണ് ക്ഷേത്രം വരുന്നത്. ഈ ഒരു ക്ഷേത്രം നിർമ്മിക്കപ്പെടുന്നത് 8-ാം നൂറ്റാണ്ടിലാണ് പറയപ്പെടുന്നത്. അപ്പം നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി കേട്ടോ. ഇതിൻ്റെ ഒരു ഏരിയൽ വ്യൂ എന്ന് പറയുന്നത് കാണാൻ നല്ല ഭംഗി കേട്ടോ. ഇവിടെ ഇതുപോലെ ഉഴുതു മറിച്ചിട്ടിട്ടുണ്ട്. എനിക്ക് ചെടി നടാനാണെന്ന് തോന്നുന്നു. നേരത്തെ നമ്മൾ കണ്ട പോലെ പുല്ല് വയ്ക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനെ ഉഴുതു മറിച്ചിട്ടിട്ടുണ്ട്. നമ്മൾ ഷോർട്ട് ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുമ്പോൾ കാണുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. ആ ക്ഷേത്രവും അതിൻ്റെയൊക്കെ ഒരു ഫോട്ടോ വരുന്നത് ഇങ്ങനെയാണ്. നമ്മൾ രാവിലെ ഒരു 6 മണി 7 മണിക്ക് സമയത്താണ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ ആൾ കുറവാണ് കേട്ടോ. ഇനിയിപ്പോൾ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും ആൾ കൂടുതലായിട്ട് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ പുറകെ സൈഡിലാണ് ഇരിക്കുന്നത് കേട്ടോ. നമ്മളിവിടെ ഒന്ന് നേരിട്ട് കാണുമ്പോഴത്തേക്കും അതിൻ്റെ ശരിക്കുള്ള ആ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. പല ശില്പങ്ങളും സത്യം പറഞ്ഞാൽ പൂർത്തിയാവാത്താണ് കഴിക്കുന്നത്. നല്ല ക്ലിയർ അല്ല കേട്ടോ. എല്ലാം നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും. പലതും കൊത്തി വെച്ചിട്ടുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും ചെയ്ത് തീരാത്ത കണക്കാണ് ഇരിക്കുന്നത്. ഇവിടേക്ക് ഒരുപാട് ശില്പങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്കിടയ്ക്ക് ഇങ്ങനെ നടക്കാം കേട്ടോ. ഇവിടേക്ക് സൈഡിൽ ലൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കൊന്ന് രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് വഴി ഈ സൈഡിൽ ലൈറ്റൊക്കെ ഇടുമായിരിക്കും. അപ്പോഴത്തേക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇവിടെ അകത്തേക്ക് കയറുന്ന വേണ്ട ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഇവിടെ കല്ലിൽ ചേർത്തൊരു ചെറിയ ടാങ്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതതിൻ്റെ മുന്നിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ ചുറ്റിനുള്ള വ്യൂ ഇങ്ങനെയാണ്. ഈ സൈഡിൽ ഒരുപാട് ശില്പങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ കാണാം. രാവിലെ വന്നതുകൊണ്ട് തന്നെ വെയിൽ കുറവാണ് കേട്ടോ. അതുകൊണ്ട് അത്യാവശ്യം ഇങ്ങനെ നടന്ന് കാണാനൊക്കെ സെറ്റായിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ വെയിലത്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നമുക്ക് കയറി നിൽക്കാവുന്ന സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ചൂടായിരിക്കും. ഈ കാണുന്നതൊക്കെ എന്തോ നിർമ്മിതികളായിരുന്നു. എൻ്റെ ബാക്കി ഭാഗങ്ങളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. എവിടെയൊക്കെ കേട്ടോ എല്ലായിടത്തും ഇതുപോലെ ലൈറ്റ് വെച്ചിട്ടുണ്ട്. രാത്രി ആകുമ്പോഴത്തേക്ക് ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് സെറ്റായിരിക്കും. കാണാനൊക്കെ നല്ല അടിപൊളിയായിരിക്കും. ഇങ്ങനെ ഇറങ്ങേണ്ടത്, പക്ഷേ ഇവിടെ ഗേറ്റ് ഇങ്ങനെ അടച്ചിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അതുവഴി ഇങ്ങനെ ഇറങ്ങി. ഇതാണ് അതിൻ്റെ മുൻവശം എന്ന് പറയുന്നത്. ഇതിനകത്തുകൂടെ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് കയറേണ്ടത്. ആ രീതിയിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ഇങ്ങനെ വരുമ്പോൾ
ഒരു കവാടം പോലെ ഇങ്ങനെ ചെയ്തിരിക്കണം. ഇവിടെ നിന്നിപ്പോൾ നമുക്കിങ്ങനെ അകത്തേക്ക് കയറുമ്പോഴത്തേക്ക് പിന്നും വന്നിട്ട് ഇങ്ങനെ ഒരു ഇടവഴിയൊക്കെ വരുന്ന കേട്ടോ. ഇതിലിങ്ങനെ തിരിഞ്ഞ് വേണം ഉള്ളിലേക്ക് പോകാൻ. നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ ഒരു വലിയൊരു കല്ലൊരു ശില്പം ഉണ്ടാക്കി വെച്ചാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് അതിൻ്റെ വീഡിയോസ് എടുക്കാണ്ട് വന്നതാണ്. എന്താ ഇവിടെ ഒരു ഏതോ ഒരു മൃഗത്തിൻ്റെ തല ഇങ്ങനെ ഇല്ലാതെ കൊണ്ട് പിന്നെ ഇതുണ്ടോ. ഇത് കണ്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയാണ്. നമ്മൾ മഹാബലിപുരത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇതാ ഈ ഒരു ഷോർട്ട് ടെമ്പിൾ തന്നെയാണ്. അത്രയ്ക്ക് ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ. ഞാൻ ഇവിടേക്ക് വരുന്ന സമയത്ത് ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചില്ല. ഇവിടെ എല്ലാ മരത്തിൻ്റെ മൂട്ടിലും ഇതുപോലെ ഇരിക്കാനായിട്ട് സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഒരുപാട് ശില്പങ്ങളിങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ കല്ലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ കാണാം. ഇതുണ്ടോ, ഇവിടെ നിർമ്മിച്ച് വെച്ചിരിക്കുന്ന ശില്പങ്ങൾ തന്നെ മിക്കുള്ളതും പൂർണ്ണമാവാത്ത ശില്പങ്ങളാണ് കേട്ടോ. ഇത് നന്ദിയുടെയൊക്കെ ശില്പം ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ തന്നെ പൂർത്തിയാവാത്തതാണ്. ഇതൊക്കെ ശില്പങ്ങൾ ഉണ്ടാക്കാനായിട്ട് അന്ന് എടുത്തു വെച്ചിരുന്ന കല്ലുകളാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരാം കേട്ടോ. ഇതവിടെ ഒരു ചെറിയൊരു കുളം പോലെ ഉണ്ട് കേട്ടോ. ഇത് കാക്കയ്ക്ക് വന്ന് വെള്ളം കുടിക്കും. അപ്പോൾ ഇവിടെ ഒരു ജീവിനെ എന്തോ ഒരു ഇതിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ. എന്താണെന്ന് അറിയാൻ വയ്യ സംഭവം. ഇത് ഏത് ജീവിയാണെന്ന് കറക്റ്റ് അറിയാൻ വയ്യ കേട്ടോ. രാവിലെ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ, ഇവിടേക്കുള്ള ആൾക്കാർ രാവിലെ നടക്കാനായിട്ടൊക്കെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ചുറ്റിനെ കിടന്ന് നടക്കുന്നതേ കണ്ടു കേട്ടോ. നമുക്കിനിപ്പോൾ പുറത്തിറങ്ങിയിട്ട് ഇവിടുത്തെ ആ ഒരു ബീച്ചിൻ്റെ വ്യൂ പോയി ഒന്ന് കാണണം. അപ്പോൾ അതിനായിട്ട് പുറത്തേക്ക് നടക്കാം കേട്ടോ. അപ്പോൾ ഷോർട്ട് ടെമ്പിളിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോസിനൊക്കെ ലൈക്ക് കുറവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്കൊരു പുതിയൊരു നല്ലൊരു വീഡിയോയെ കാണാം.